ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് മുൻപേ നടന്ന നമ്മുടെ പൂർവ്വ പിതാക്കന്മാരുടെ ജീവിതത്തെ പറ്റിയാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അബ്രഹാമിൻ്റെ ജീവിതത്തിലൂടെ എന്താണ് വിശ്വാസം എന്ന് നാം കണ്ടു കഴിഞ്ഞു. ശേഷം യോശുവയുടെ ജീവിതത്തിലൂടെ പ്രത്യാശ എന്നാൽ എന്താണെന്ന് നാം പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം നോഹയുടെ ജീവിതത്തിലൂടെ ദൈവത്തെ അനുസരിക്കുക അല്ലെങ്കിൽ പൂർണ്ണമായ അനുസരണം എന്താണെന്ന് നാം പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നാം നോക്കുവാൻ പോകുന്നത് നമുക്ക് മുൻപേ നടന്ന നമ്മുടെ ഒരു പൂർവ്വ പിതാവിനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഹാനോക്ക് എന്ന് ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങൾ വാത്സല്യമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗസ്വനായ പിതാവേ, ഹാനോക്ക് എന്ന അടിയങ്ങളുടെ പിതാവിനെക്കുറിച്ച് അടിയങ്ങൾ പഠിക്കുമ്പോൾ ശക്തിയും ബുദ്ധിയും എൻ്റെ ദൈവം പകർന്നു തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാനോക്കിൻ്റെ ജീവിതത്തിൽ നിന്ന് അടിയങ്ങൾക്ക് എന്താണ് പഠിക്കുവാൻ ഉള്ളതെന്ന് അങ്ങ് കാണിച്ചു തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹാനോക്ക് എന്ന് പറയുന്ന നമ്മുടെ പൂർവ്വപിതാവ് ദൈവത്തെ എപ്രകാരം അനുസരിച്ച് ജീവിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 24-ാം വാക്യം ഹാനോക്കിനെ പറ്റി ഇപ്രകാരം പറയുന്നു: ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ അവനെ കാണാതായി. ഇപ്രകാരം ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഹാനോക്ക് ദൈവത്തിൻ്റെ കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതായി. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നോഹ എപ്രകാരമാണ് ദൈവത്തിൻ്റെ കൂടെ നടന്നതെന്ന് നാം പഠിച്ചു കഴിഞ്ഞു. നോഹ ദൈവത്തിൻ്റെ കൂടെ നടന്നപ്പോൾ ദൈവത്തെ അനുകരിക്കുവാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ദൈവിക സ്വഭാവത്തെ മുഴുവൻ പ്രതിഫലിപ്പിച്ചുകൊണ്ട് ദൈവത്തെ അനുകരിച്ചുകൊണ്ടാണ് ഓരോ സ്റ്റെപ്പും നോവ ദൈവത്തോട് കൂടെ നടന്നത്. ദൈവത്തിൻ്റെ വചനം ഒരിക്കൽ കൂടി പറയുകയാണ്, ഹാനോക്ക് ദൈവത്തിൻ്റെ ഒപ്പം നടന്നു. എപ്രകാരമാണ് ദൈവത്തിൻ്റെ ഒപ്പം ഒരാൾക്ക് നടക്കുവാൻ സാധിക്കുക? അത്തരത്തിൽ ഒപ്പം നടക്കണമെങ്കിൽ എന്തൊക്കെ ഗുണങ്ങൾ നമുക്കുള്ളിൽ ഉണ്ടായിരിക്കണമെന്ന് ഹാനോക്കിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. ആമോസ് പ്രവാചകൻ 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ എപ്രകാരം ഒരുമിച്ച് നടക്കുവാൻ കഴിയും. അങ്ങനെ ചിന്തിക്കുകയാണ് എങ്കിൽ ഹാനോക്ക് ദൈവവുമായി ഒത്തിരുന്നു, ദൈവിക കൽപ്പനകളെ അനുസരിച്ചിരുന്നു, ദൈവത്തെ അനുകരിക്കുവാൻ അവൻ ശ്രമിച്ചിരുന്നു. അതുകൊണ്ടാണ് ഹാനോക്ക് ദൈവത്തിൻ്റെ കൂടെ നടന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് എനിക്കും നിങ്ങൾക്കും ദൈവത്തിൻ്റെ ഒപ്പം നടക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൂടെ നടക്കണം എന്നുള്ള വാഞ്ച എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നാം ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കണം, ദൈവത്തിൻ്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കണം, ദൈവത്തെ അനുകരിക്കുവാൻ ശ്രമിക്കണം. അത്തരത്തിൽ ഏറ്റവും മികച്ച ഒരു ജീവിതമാണ് ഹാനോക്ക് ഇവിടെ കാഴ്ചവെച്ചതെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നത്, ഹാനോക്ക് ദൈവത്തിൻ്റെ ഒപ്പം നടന്നു, അവൻ ദൈവത്തിൻ്റെ ഒപ്പം നടന്നതിനാൽ അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതായി. മരണം കാണാതെ രൂപാന്തരം പ്രാപിച്ച ഒരു വിശ്വാസവീരനായിരുന്നു നമ്മുടെ പൂർവ്വപിതാവായ ഹാനോക്ക് എന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് മുന്നിൽ സാക്ഷ്യപ്പെടുത്തുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 11-ാം അധ്യായം 5-ാം വാക്യം ഇപ്രകാരം പറയുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായം 5-ാം വാക്യം: വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെ ആയി. ആമേൻ. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മരണമെന്ന ഭീകരമായ അവസ്ഥ രുചിക്കാതെ രൂപാന്തരം പ്രാപിച്ച ഒരു വിശ്വാസ വീരൻ തന്നെയായിരുന്നു ഹാനോക്ക് എന്ന് ദൈവത്തിൻ്റെ വചനം ഒരിക്കൽ കൂടി നമ്മോട് സാക്ഷീകരിക്കുകയാണ്. ഹാനോക്ക് വെറുമൊരു ജീവിതം നയിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് അവൻ്റെ ജീവിതത്തിലൂടെ, അല്ലെങ്കിൽ അവൻ്റെ ജീവിതം മുഴുവൻ അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. പ്രസാദിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, അവൻ ദൈവത്തെ സാക്ഷീകരിച്ചു. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു, ശേഷം അവൻ ദൈവത്തെ സാക്ഷീകരിച്ചു. ഈ 2 കർമ്മത്തിൻ്റെയും ഫലമായിട്ടാണ് ഇപ്പോൾ ഹാനോക്ക് രൂപാന്തരം പ്രാപിച്ചത്, മരണം കാണാതെ ദൈവത്തോടൊപ്പം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, മരണം എന്നത്
നമ്മെ എപ്പോഴും ആശങ്കയിലാഴ്ത്തുന്ന അല്ലെങ്കിൽ നമ്മെ എപ്പോഴും ഭയത്തിലാക്കുന്ന ഒരു വസ്തുതയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീ ദൈവത്തിൽ വിശ്വസിക്കാവുന്നുവെങ്കിൽ, നീ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കാവുന്നുവെങ്കിൽ, നീ ദൈവത്തെ അനുകരിക്കുകയാണ് എങ്കിൽ നിനക്ക് മരണം കാണേണ്ടി വരില്ല. ഹാനോക്കിനെ എപ്രകാരം രൂപാന്തരപ്പെടുത്തിയോ അതേ ഒരു രൂപാന്തരം നമ്മുടെ ജീവിതത്തിലും സംഭവിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. നമുക്ക് പോകാം. എപ്രകാരമാണ് ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചത് തൻ്റെ ജീവിതത്തിലൂടെ? എബ്രായർ ലേഖനം 11-ാം അധ്യായം 5-ാം വാക്യം ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. ഹാനോക്ക് രൂപാന്തരം പ്രാപിക്കുന്നതിന് മുമ്പേ അവൻ ഇപ്രകാരം ഒരു സാക്ഷ്യം പ്രാപിച്ചിരുന്നു. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. അവൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും, അവൻ്റെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയിലും, അവൻ്റെ വികാരങ്ങളിലും വിചാരങ്ങളിലും ദൈവം നിറഞ്ഞു നിന്നിരുന്നു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് നമ്മുടെ ജീവിതം, നമ്മുടെ ജന്മം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നുണ്ടോ? നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ വിചാരങ്ങൾ ഇവയെല്ലാം ദൈവത്തിന് പ്രസാദകരമാകുന്ന ഒന്നാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എങ്കിലും അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. ദൈവത്തിൻ്റെ വചനം അപ്പോസ്തലനായ പൗലോസിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എങ്കിൽ അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലത്തെപ്പറ്റി ചിന്തിക്കുകയാണെന്നുവെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, മിസ്രൈമിൽ നിന്ന് വന്ന ദൈവത്തിൻ്റെ സ്വന്തം ജനം വാഗ്ദത്ത നാട്ടിലേക്കുള്ള യാത്രക്കിടയിൽ അവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. 10-ാം അധ്യായം അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ ഇപ്രകാരം പറയുന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്ന് ഒരേ ആത്മീയ പാനീയം കുടിച്ചു. എല്ലാവരും അനുഭവിച്ചത് ഒരേപോലെയുള്ള ദൈവത്തിൻ്റെ കൃപയായിരുന്നു. എല്ലാവരും അനുഭവിച്ചത് ഒരേപോലെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമായിരുന്നു. എന്നാൽ അവസാനം പൗലോസ് പറയുകയാണ്, എങ്കിലും അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് നമ്മുടെ ജീവിതം എപ്രകാരമാണ്? നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഉത്തരം ഇല്ല എന്ന് ആകുന്നുവെങ്കിൽ നമുക്ക് നോക്കാം എപ്രകാരം നമ്മുടെ ദൈവത്തെ നമ്മുടെ ജീവിതം കൊണ്ട് പ്രസാദിപ്പിക്കുവാൻ സാധിക്കും. എബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യം ഇപ്രകാരം പറയുന്നു, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നത് അല്ല. പൗലോസ് വ്യക്തമായി നമ്മോട് പറയുകയാണ്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള ആദ്യത്തെ മാർഗം എന്ന് പറയുന്നത് അചഞ്ചലമായ, അവർണ്ണനീയമായ, അവിശ്വസനീയമായ നമ്മുടെ വിശ്വാസം തന്നെയാണ്. ദൈവത്തെ നാം അത്ര അധികം വിശ്വസിക്കണമെന്ന് ഇവിടെ ലേഖനം പറയുന്നു. ശേഷം പറയുന്നു, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. ഒരു വ്യക്തി ദൈവത്തെ അന്വേഷിക്കുന്നുവെങ്കിൽ അവൻ ആദ്യം വിശ്വസിക്കണം. അവൻ്റെ മനസ്സുകൊണ്ട് അവന് നിശ്ചയമുണ്ടായിരിക്കണം, ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്നുവെങ്കിൽ അവനെ ഞാൻ കണ്ടെത്തും, അവനെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കും. ഇത്തരത്തിലുള്ള ഒരു നിശ്ചയം, ഒരു ഉറപ്പ് ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. അത്തരത്തിൽ ഒരു നിശ്ചയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ, അത്തരത്തിൽ ഒരു ഉറപ്പ് നമ്മുടെ മനസ്സിലുണ്ടായെങ്കിൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കും. എബ്രായ ലേഖനം 13-ാം അധ്യായം 16-ാം വാക്യം മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത നമ്മുടെ മുൻപിലേക്ക് വെക്കുന്നു. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. ദൈവം പ്രസാദിക്കുന്ന യാഗത്തെപ്പറ്റി ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വീണ്ടും വിവരിക്കുകയാണ്. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കുവാനും മറക്കരുത്. ഈ വകയാഗങ്ങളിലാണ് നമ്മുടെ ദൈവം പ്രസാദിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള അടുത്ത വഴി എന്ന് പറയുന്നത് നന്മ ചെയ്യുക, കൂട്ടായ്മ കാണിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒന്ന് ചിന്തിക്കാം. നമ്മുടെ ഓരോ ജീവിത നിമിഷങ്ങളിലും, ഓരോ ജീവിത വഴികളിലും
നാം നന്മ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഒരു കൂട്ടായ്മ മനോഭാവമുണ്ടോ? മീക പ്രവചനം 6-ാം അധ്യായം 8-ാം വാക്യം ഇപ്രകാരം നമ്മെ പ്രബോധിപ്പിക്കുകയാണ്: മനുഷ്യ, നല്ലത് എന്തെന്ന് ഞാൻ നിനക്ക് കാണിച്ച് തന്നിരിക്കുന്നു. മനുഷ്യ, നന്മ എന്തെന്ന് ദൈവം നിനക്ക് കാണിച്ച് തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിക്കുക, ദയാതൽപരനായിരിക്കുക, നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുക. ഇത് അല്ലാതെ മറ്റ് എന്താകുന്നു ദൈവം നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാം. നമ്മുടെ ഓരോ ജീവിതത്തിൻ്റെ അടിത്തറയും അത് നന്മയിൽ വ്യാപരിക്കാം. നമ്മുടെ സഹജീവികളോട് നമുക്ക് കൂട്ടായ്മ കാണിക്കാം. കാരണം ഈ വക യാഗങ്ങളിൽ ദൈവം പ്രസാദിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അപ്പോസ്തലനായ പൗലോസ് വീണ്ടും റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 8-ാം വാക്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മർമ്മം നമുക്ക് വേണ്ടി പറയുന്നു. ജഡ സ്വഭാവം ഉള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. പൗലോസ് വ്യക്തമായി പറയുകയാണ്, ഒരു വ്യക്തി ജഡീകനാണെങ്കിൽ അവൻ പ്രതിഫലിപ്പിക്കുന്നത്, അവൻ ജീവിക്കുന്നത് ജഡീക സ്വഭാവത്തിലാണ് എങ്കിൽ അവന് ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ഗലാത്യ ലേഖനത്തിൽ ആത്മീയ ജീവിതം എങ്ങനെയാണ് എന്ന് പൗലോസ് വിവരിക്കുന്നുണ്ട്. ആത്മാവിൻ്റെ ഫലങ്ങൾ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, പരോപകാരം തുടങ്ങിയ ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞ് നിന്നു എങ്കിൽ മാത്രമേ നമുക്കൊരു ആത്മീയ നിലവാരം പുലർത്തുവാൻ കഴിയുകയുള്ളൂ. അത്തരത്തിൽ ഒരു സമ്പുഷ്ടമായ ആത്മീയ ജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ നാം ദൈവത്തിൽ വിശ്വസിക്കണം, നന്മ പ്രവർത്തിക്കണം, കൂട്ടായ്മ കാണിക്കണം. അവസാനത്തേത്, നാം ആത്മീയ സ്വഭാവം ഉള്ളവർ ആയിരിക്കണം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഹാനോക്കിൻ്റെ ജീവിതത്തിൽ അവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് അവൻ ദൈവത്തെ സാക്ഷീകരിച്ചിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ദൈവത്തെ സാക്ഷീകരിക്കുക. യൂദായുടെ ലേഖനം 14-15 വാക്യങ്ങൾ ഇപ്രകാരം നമ്മോട് പറയുന്നു: ആദം മുതൽ 7-ാമനായ ഹാനോക്കും ഇവരെക്കുറിച്ച്, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങൾ നിമിത്തവും ഭക്തി കെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. യൂദ ഇവിടെ ഒരു പ്രവചനം നടത്തുകയാണ്. ആദാം മുതൽ 7-ാമനായ ഹാനോക്ക് പ്രവചിച്ച ഒരു കാര്യം ഇവിടെ യൂദ വീണ്ടും എടുത്തു പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ ദൈവം 1000 ദൂതന്മാരോട് കൂടെ വരുമെന്നും അന്ത്യ സമയത്തിൽ ഒരു ന്യായവിധി ഉണ്ടായിരിക്കുമെന്നും ഇവിടെ യൂദായുടെ ലേഖനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഹാനോക്ക് ഇപ്രകാരം ദൈവത്തെ സാക്ഷീകരിച്ചു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവായ ദൈവത്തിനെ, ക്രിസ്തുയേശുവിനെ നാം സാക്ഷീകരിക്കുന്നുണ്ടോ എന്ന് നാം നോക്കണം. അപ്പോസ്തല പ്രവൃത്തികൾ ഇപ്രകാരം പറയുന്നു: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തിൻ്റെ വചനം നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. ലോകത്തിൻ്റെ അറ്റം വരെ ദൈവത്തിനു വേണ്ടി സാക്ഷികളാകുവാൻ നാം തയ്യാറായിരിക്കണം. പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കുമ്പോൾ നമുക്ക് അത്തരത്തിൽ ദൈവത്തിനെ സാക്ഷീകരിക്കുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു മഴയിൽ നാം നനഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ജീവിതങ്ങളിൽ പ്രതിഫലിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം. ശേഷം 1 പത്രോസ് 3-ാം അധ്യായം 15-ാം വാക്യം ഇപ്രകാരം പറയുകയാണ്: നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ദൈവഭക്തിയും പൂണ്ട് പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കുക. പത്രോസ് ഇപ്രകാരം പറയുകയാണ്: നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച്, നിങ്ങളിലുള്ള വിശ്വാസത്തെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഭയഭക്തി ബഹുമാനം പൂണ്ട് നിങ്ങളിലുള്ള പ്രത്യാശയും വിശ്വാസത്തെയും കുറിച്ച് പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കുക. അതാണ് യഥാർത്ഥ സാക്ഷീകരണം.
എൻ്റെ വിശ്വാസം എന്താണ്, എൻ്റെ പ്രത്യാശ ആരിലാണ്, അത് നാം മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ നാം ദൈവത്തെ സാക്ഷീകരിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇവിടെ ഹാനോക്ക് ദൈവത്തെ സാക്ഷീകരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അവൻ്റെ ജീവിതത്തിൻ്റെ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചതിൻ്റെയും അവൻ ദൈവത്തെ സാക്ഷീകരിച്ചതിൻ്റെയും ഒരു ഫലമായിട്ട് നമുക്ക് കണക്കാക്കുവാൻ സാധിക്കും. എബ്രായ ലേഖനം 11-ാം അധ്യായം 5-ാം വാക്യം നമ്മെ ഇപ്രകാരം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്: വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. അവൻ്റെ ജീവിതത്തിൻ്റെ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് രൂപാന്തരം പ്രാപിച്ചു. ഹാനോക്ക് മരണം കാണാതെ ദൈവത്തോടൊപ്പം എടുക്കപ്പെട്ടു, അല്ലെങ്കിൽ അവൻ രൂപാന്തരം പ്രാപിച്ചുവെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് നമുക്കും രൂപാന്തരം പ്രാപിക്കണമെങ്കിൽ, ക്രിസ്തുവിനെ പോലെ ആയിത്തീരണമെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസം നമ്മുടെ മനസ്സുകളിൽ അടിയുറച്ച് വയ്ക്കേണ്ടത് അത്ര അധികം ആവശ്യമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നമുക്ക് മുൻപേ നടന്ന നമ്മുടെ പൂർവ്വപിതാവായ ഹാനോക്കിൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി തിരിച്ചു പോകാം. അവൻ്റെ ജീവിതം അവൻ എപ്രകാരമാണ് ജീവിച്ചത്? അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു, അവൻ ദൈവത്തെ സാക്ഷീകരിച്ചു, തൽഫലമായി അവൻ രൂപാന്തരം പ്രാപിച്ചു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ ജീവിതങ്ങളിലും ദൈവത്തോടൊപ്പം അനന്തമായ ഒരു വാഴ്ച, നമ്മുടെ ജീവിതങ്ങളിലും നമ്മളെ വിധിക്കുവാൻ വരുന്ന, അല്ലെങ്കിൽ നമ്മളെ വീണ്ടെടുക്കുവാൻ വരുന്ന ക്രിസ്തുയേശുവിൻ്റെ കൂടെ 1000 വർഷങ്ങൾ നീളുന്ന ഒരു അനന്തമായ വാഴ്ച അനുഭവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തോടൊപ്പം വാഴണമെങ്കിൽ ഈ കാര്യങ്ങൾ നാമും ചെയ്യേണ്ടിയിരിക്കുന്നു. തീർച്ചയായും നാം ദൈവത്തെ പ്രസാദിപ്പിക്കണം. തീർച്ചയായും നാം ദൈവത്തെ സാക്ഷീകരിക്കണം. അങ്ങനെയാകുന്നുവെങ്കിൽ ഇതിൻ്റെ ഫലമായി അവൻ നമ്മെ വീണ്ടും വരുമ്പോൾ നമ്മെ കൂട്ടിച്ചേർക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഇന്ന് നമ്മുടെ ജീവിതം എങ്ങനെയാണ്? നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറ എങ്ങനെയാണ്? എലൻ ജി വൈറ്റ് പറയുന്നു, യേശുക്രിസ്തു എന്ന അടിത്തറയിൽ വിശ്വാസമാവുന്ന ജീവിതം നിങ്ങൾക്ക് പണിത് ഉയർത്തുവാൻ സാധിക്കും. ക്രിസ്തുയേശു എന്ന അടിത്തറ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടെങ്കിൽ, ക്രിസ്തുയേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ നാം കുടിയിരുത്തിയിട്ട് ഉണ്ട് എങ്കിൽ, ആ ക്രിസ്തുയേശുവിൽ നിന്ന് നമുക്ക് വിശ്വാസമാവുന്ന നമ്മുടെ ജീവിതത്തെ പണിത് ഉയർത്തുവാൻ സാധിക്കും. വിശ്വാസമാവുന്ന ഓരോ കട്ടകൾ കൊണ്ട് സുരക്ഷിതമായ 4 ചുമരുകൾക്ക് മധ്യത്തിൽ ദൈവത്തിൻ്റെ അപാരമാകുന്ന കൃപയ്ക്ക് കീഴിൽ, ദൈവത്തിൻ്റെ അദൃശ്യ കരവലയത്തിനു കീഴിൽ നമുക്ക് എപ്പോഴും സുരക്ഷിതരായിരിക്കാമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. വളരെ വേഗത്തിൽ നമുക്കൊന്ന് പിന്നോട്ട് നടക്കാം നമ്മുടെ ജീവിതങ്ങളിലേക്ക്. നമ്മുടെ കഴിഞ്ഞ കാല ജീവിതങ്ങൾ നാം എപ്രകാരമാണ് ജീവിച്ച് തീർത്തത്? അബ്രാഹാമിൻ്റെ വിശ്വാസം, യോശുവായുടെ പ്രത്യാശ, നോഹയുടെ അനുസരണം നമ്മുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് കണ്ടുപിടിക്കുവാൻ കഴിയുമോ? അല്ലെങ്കിൽ മറ്റ് വ്യക്തികൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള സൽഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കുവാൻ കഴിയുമോ? നമുക്ക് മുൻപേ നടന്ന നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, നമുക്ക് വഴിതെളിച്ച നമ്മുടെ പിതാക്കന്മാർ ഒരു വലിയ മാതൃകയാണ് നമുക്ക് തന്നിട്ട് പോയത്. ഓരോ പൂർവ്വപിതാവിൻ്റെയും ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ ഒട്ടേറെ ഗുണങ്ങളുണ്ട്, ഒട്ടേറെ നല്ല കാര്യങ്ങളുണ്ട്, ഒട്ടേറെ സൽപ്രവർത്തികളുണ്ട്. ചോദ്യം ഇതാണ്: നിങ്ങൾ ആ പിതാക്കന്മാരുടെ ജീവിതത്തെ അനുകരിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ? അപ്രകാരം ആ പിതാക്കന്മാരുടെ ജീവിതത്തിൽ നിന്നും നല്ല ഗുണങ്ങൾ നാം തിരഞ്ഞെടുക്കുകയാണ് എങ്കിൽ, വിശ്വാസവും പ്രത്യാശയും അനുസരണവും പോലെയുള്ള ഏറ്റവും മികച്ച ആത്മാവിൻ്റെ ഫലങ്ങൾ നാം തിരഞ്ഞ് എടുക്കുകയാണ് എങ്കിൽ, നമുക്ക് ശേഷം വരുന്ന ഒരു തലമുറയ്ക്ക് മുന്നിൽ നമുക്ക് ഒരു മാതൃകയായി തീരുവാൻ സാധിക്കും. ഇപ്പോൾ ഹാനോക്കും അബ്രഹാമും യോശുവയും നോഹയുമെല്ലാം നമുക്ക് എങ്ങനെ ഒരു മാതൃക ആയിരിക്കുന്നുവോ, നമ്മുടെ ജീവിതവും അത്തരത്തിൽ ഒരു മാതൃകാപരമായിരിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ലോകം അവസാനിക്കുന്ന ഈ അവസാന സമയത്ത് നമുക്ക് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മുറുകെ പിടിക്കാം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവ കൽപ്പനയും
യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. ഇന്ന് ഈ സമൂഹത്തിൻ്റെ, ഇന്ന് ഈ കാലത്തിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് ദൈവ കൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരെയാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് നമ്മുടെ ജീവിതം വിശുദ്ധമായ ഒന്ന് ആണോ എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്കൊന്ന് പുനർമൂല്യ നിർണയം നടത്താം. നമ്മുടെ ജീവിതം എപ്രകാരമായിരുന്നു? ദൈവത്തെ പ്രസാദിപ്പിച്ചാണോ ഞാൻ ജീവിച്ചത്? അതോ എൻ്റെ പാപപങ്കിലമായ ജീവിതം നിമിത്തം ദൈവം എപ്പോഴും എന്നിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടോ? പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ദൈവം പാപത്തെയാണ് വെറുത്തത്, അവൻ പാപികളെ സ്നേഹിക്കുന്നു. ലൂക്കോസ് 19 അധ്യായം 10 പറയുന്നു, കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. നാം പാപത്തിൽ കാണാതെ പോയെങ്കിൽ, നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതമല്ല നയിച്ചത് എങ്കിൽ, നാം ദൈവത്തെ സാക്ഷീകരിച്ചില്ല എങ്കിൽ, ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നമ്മെ ഓരോരുത്തരെയും വീണ്ടും ആ ഒരു നല്ല ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ വേണ്ടിയാണ്, പാപത്തിൽ നഷ്ടപ്പെട്ട നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു വരുവാൻ പോകുന്നത്. ആ മഹത്വകരമായ പ്രത്യാശ നമ്മിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ആ പ്രത്യാശയ്ക്ക് നമ്മളെ കൈപിടിച്ച് ഉയർത്തുവാൻ കഴിയും. ആ പ്രത്യാശയ്ക്ക് നമുക്ക് സ്വർഗത്തിൽ ഒരു സ്ഥാനം കണ്ടെത്തുവാൻ കഴിയും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ആ പ്രത്യാശയും വിശ്വാസവും അനുസരണവും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നാം കാത്തു സൂക്ഷിക്കണം. നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും മുറുകെ പിടിക്കേണ്ട കുറച്ച് മൂല്യങ്ങളാണ് ഇവ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനം 12 അധ്യായം 2 പറയുന്നു, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശു ക്രിസ്തുവിനെ നോക്കുക. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, അപ്പോസ്തലനായ പൗലോസ് നമ്മളെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുകയാണ്, ഇപ്രകാരം ഉദ്ബോധിപ്പിക്കുകയാണ്, വിശ്വാസത്തിൻ്റെ നായകനും അതേ വിശ്വാസത്തിന് പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. ഒരിക്കൽ കൂടി നമ്മുടെ അഹങ്കാരത്തെയും നമ്മുടെ നിഷേധാത്മകമായ വികാരങ്ങളെ എല്ലാം വെടിഞ്ഞ് ആ കാൽവരി കുരിശിലേക്ക് നമുക്ക് പോകാം. ക്രിസ്തുയേശുവിൻ്റെ രക്തം കൊണ്ട് നമുക്ക് നമ്മെ തന്നെ ശുദ്ധീകരിക്കാം. അങ്ങനെയാകുന്നുവെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഹാനോക്കിനെ പോലെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയും. അതിനായി നമ്മെ ദൈവം ഒരുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഈ നിമിഷം കർത്താവേ, അങ്ങയുടെ കാൽവരി കുരിശിലേക്ക് അടിയങ്ങൾ വരുന്നു. യേശു ക്രിസ്തുവിൻ്റെ ആ രക്തം കൊണ്ട് നീ അടിയങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ സഹായിക്കണം. സകല മാനവ മഹത്വം പങ്കെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.